ഹലോ ഓൾ, അപ്പോൾ ഇന്ന് നമ്മുടെ കീം എക്സാം സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഞാനിപ്പോൾ ഉള്ളത് കോഴിക്കോട് ഒരു കീം എക്സാം സെന്ററായ മുദ്ര അസസ്മെന്റ് സെന്ററിലാണ്. അപ്പോൾ നമ്മുടെ മക്കളെല്ലാം എക്സാം എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ലാസ്റ്റ് ടൈം ആയിട്ടുണ്ട്, 5 മണി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇറങ്ങി വരും. അപ്പോൾ നമുക്ക് അവരോട് അവരുടെ എക്സാം എങ്ങനെയുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ചറിയാം. എക്സാം എങ്ങനെയുണ്ടായിരുന്നു? കുഴപ്പമില്ല. എങ്ങനെയുണ്ടായിരുന്നു? സിലബസിൽ തന്നെയുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്? ഏറെക്കുറെ. ടൈം ഒക്കെ മാനേജ് ചെയ്യാൻ പറ്റുമോ? മാത്സ് എങ്ങനെയുണ്ടായിരുന്നു? ടൈം കുറച്ചെടുത്തു അല്ലേ? മാത്സ് ടഫായിട്ട് തോന്നി. നമുക്ക് ചെയ്യാൻ പറ്റുന്നതിനാണ് ടൈം കുറച്ച് മാനേജ് ചെയ്യാൻ പറ്റും. ശരി. എന്നിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? മാത്സ് അറ്റൻഡ് ചെയ്തോ? ഫുൾ തിയറി ബേസ്ഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ആയിരുന്നു കെമിസ്ട്രി. പ്രോബ്ലംസും ഉണ്ടായിരുന്നു അല്ലെ? എന്നാലും NCERT ബേസ്ഡ് ആയിട്ട് നന്നായിട്ട് പഠിച്ച ഒരു കുട്ടിക്ക് അത്യാവശ്യം ചെയ്യാൻ പറ്റും. ഫിസിക്സ് എങ്ങനെയുണ്ടായിരുന്നു? പ്രോബ്ലംസ് ആയിരുന്നു കൂടുതലായിരുന്നു? രണ്ടും ഉണ്ടായിരുന്നു. മാത്സിലേക്ക് വരുമ്പോഴോ കൂടുതലുണ്ടായിരുന്നു. ട്രിഗ്നോമെട്രിക്ക് ഒരുപാട് ചോദിച്ചായിരുന്നു ചോദ്യങ്ങൾ. എക്സാം നല്ലായിരുന്നു, കുഴപ്പമൊന്നുമില്ല. വലിയ ടൈം ഇഷ്യൂ ഒന്നും വലിയ ഫിസിക്സ് ആണ് ഏറ്റവും എളുപ്പം. ഫിസിക്സ് ആയിരുന്നു ഏറ്റവും എളുപ്പം. എനിക്ക് അതേ പറയാം. കെമിസ്ട്രി കുറച്ച് ടഫാണ്. ഫിസിക്സും മാത്സും വലിയ കുഴപ്പമില്ല. നമ്മൾ സൈലത്തിന്റെ ക്ലാസ്സെല്ലാം കാണുന്നുണ്ടായിരുന്നു. അപ്പൊ ഈ 3 സബ്ജക്റ്റിനെ മോൾ ഇന്ന് എക്സാം എഴുതിയപ്പം ഏത് സബ്ജക്റ്റ് ടഫായിട്ട് തോന്നി? അങ്ങനെ എന്തെങ്കിലും ഫീൽ ചെയ്തോ? മാത്സ് ബുദ്ധിമുട്ടായിരുന്നു. ഫിസിക്സും കെമിസ്ട്രി എങ്ങനെ ഉണ്ടായിരുന്നു? NCERT പഠിക്കുന്ന ഒരു കുട്ടിക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും എന്നാണ് മോള് പറയുന്നത്. ഫിസിക്സും കെമിസ്ട്രിയും ഏകദേശം നമുക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് ചെയ്യുന്ന രീതിയിൽ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആയിരുന്നു? തിയറി മാത്രമേ. കുഴപ്പമില്ലായിരുന്നു. ഏതാണ് ടഫായിട്ട് തോന്നിയത്? സിലബസിൽ തന്നെ ഉള്ള കാര്യങ്ങൾ തന്നെ ആയിരുന്നു. ഏത് സബ്ജക്റ്റ് ആണ് ഈ എഴുതിയതിൽ മീൻസ് കമ്പയർ ചെയ്യുമ്പോൾ സബ്ജക്റ്റിൽ ടഫായിട്ട് തോന്നിയത് ഏതാണ്? മാത്സ് തന്നെയാണ് അല്ലെ? ഫോർമുല ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആയിരുന്നോ അതോ വായിക്കുമ്പോൾ തന്നെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങൾ തന്നെ ആയിരുന്നോ? അതെങ്ങനെയാണ്? കുറച്ച് ഫോർമുല ബേസ്ഡ് ചിന്തിക്കണം.